ഹൈമാവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ നടാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ കുറച്ച് ചേമ്പുണ്ടേ. അല്ല, ഒരു ചേമ്പ് നടാലോ എന്ന് വെച്ചിട്ടാണ്. ചേമ്പ് വേണ്ട, ഇത് ചേമ്പ് പറിച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ നടണം നേരിച്ചിട്ട് കുറേ ആയി, നടാൻ പറ്റുന്നില്ല, നേരമില്ലായിട്ടാണ്. ഇത് ഞാൻ ഇല്ല കൂടി കൊട്ടിക്കളി ഇത്രയേ ഉള്ളൂ. കൂടുതലായാൽ ആ ചേമ്പ് കണ്ട കേങ്ങ് കീയൽ കുറയും. അതുകൊണ്ട് ചെറിയൊരു കഷ്ണേ പോകുന്നു. കൂടുതൽ ഇട്ടാൽ അത് പിന്നെ തീർത്ത് വരുമ്പോഴേക്കും നമുക്ക് പറിച്ച് നടാൻ പറ്റും. ഇതേപോലെ ഇതെല്ലാം വൃത്തിയാക്കി കണ്ടോ, ഈ ചീഞ്ഞതെല്ലാം പറിച്ച് കളയണം. ഇതെല്ലാം പറിച്ച് കളഞ്ഞാൽ മാത്രമേ നല്ല ഉഷാറായിട്ട് വരുള്ളൂ. ഇതിൻ്റെ മേലെ പുതിയ ചേമ്പ് കീയണം, എന്നാലും മാത്രമേ കേങ്ങ് കീലൂ. പഴയതിൻ്റെ മേലെ കീയില്ല. പഴയതിൻ്റെ മേലെയല്ല, ഇതിൻ്റെ മേലെ വന്നിട്ട് പുതിയത് കീഞ്ഞാൽ മാത്രമേ നമുക്ക് ചേമ്പ് കീഞ്ഞ് വരുള്ളൂ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ചാക്ക എടുക്കുന്നത്, പഴയ ചാക്ക തന്നെയാണ് എടുക്കുന്നത്. പ്രാവശ്യം കൂടി ഇടാൻ ചാക്കുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പം ഇതെന്തെല്ലാന്ന് വെച്ചാൽ ഇതിൽ കാടുണ്ട്. ഞാൻ പിന്നെ ഇന്ന് ചകരിച്ചോണ്ട് വെക്കുന്നില്ല. ഈ ചാകരി കുച്ചുണ്ട്, ഇത് കണ്ടില്ല, ഇത് അടക്കാത്തോടാണ്. അടക്കാത്തോട് കണ്ടില്ലേ, ഇത് അടിയിലിട്ടാൽ മതി. ഇത് അടിയിലിടാമെന്നാണ് വിചാരിച്ചത് ഇന്ന്. കണ്ടാ, എന്താ വെച്ചാൽ ഇതങ്ങനെ അടിയിലിടാം. ഇത് ചകരി തൊണ്ട് വെച്ചിട്ടില്ല ഇന്ന്. ഇത് ഞാൻ അതിൻ്റെ അടിയിലിട്ടിട്ട് വെക്കാനാണ് പോകുന്നു. അതിനും ഇതിൻ്റെ അടിയിലിട്ടാൽ ഇതും വെള്ളം കുടിക്കുകയേ ഉള്ളൂ, പോകില്ല. കണ്ട, ഇത് അടക്കാത്തോടാണ്. ഇത് നല്ലോണം കീയാനും കിഴങ്ങ് വരാനും എല്ലാം നല്ല ഇതാണ്. ഇത് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെച്ച് ഇപ്പോൾ ഒരുപാട് കൂടുതൽ നിറച്ച് നടണ്ട. ഒരിക്കൽ നട്ടാൽ പോരാ, നട്ടിട്ടാകുമ്പോൾ പിന്നെയും നമുക്ക് ഇത് ചേനേൻ്റെ തണ്ടാണ്. ഇത് ഉണങ്ങിപ്പോയതാണ്. എന്താ ഇതിപ്പം ഞാനിത് പിന്നെ കപ്പത്തോലാണേ, കപ്പേൻ്റെ തോല്. ഇതെല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ കണ്ടാ ഇതേപോലെ ഇതിലിടുക. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പിന്നെ കാട്, ഈ ചേനത്തണ്ടും ഇടുന്നുണ്ട്, ഈ ചേനച്ചപ്പും ഇടുന്നുണ്ട്. കണ്ട, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനിയിപ്പം ഇതിനകത്ത് ഈ പുല്ലാണ്, ഈ സീമക്കൊന്നയുണ്ട്. ഇവിടെ സീമക്കൊന്നയല്ല, പുല്ലാണ് വാരിയത്. ആദ്യം പുല്ല് വാരിയിട്ടിട്ട് ഉണ്ടല്ലേ, ഈ പുല്ല് കാട് മുറ്റത്തെ ഞാൻ കാട് പറിച്ചിട്ട് ആക്കിയതാണ്. കണ്ടാ, ഇതേപോലെ ഇത് കുറച്ച് നല്ലോണം നമുക്ക് വാരി നിറക്കാം. ചാക്കിലാകുമ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിലും വാരി നിറക്കാൻ പറ്റും. ഇത് നല്ലൊരു വളവുമല്ലേ, അതിനാണ് ഞാനിതിപ്പോൾ ഇത് നടും. ഇത് നടുമ്പോലെ നട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കിഴങ്ങൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ 2-3 ഒരു വിത്തുണ്ട് ഇവിടെ, അത് വിളവെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് എന്നും പണിയെടുത്തിട്ടില്ലായിരുന്നു, നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ നട്ട് കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല. പണിയെടുത്തിട്ടില്ല. പണിയെടുത്തിനെങ്കിൽ മാത്രമേ ചേമ്പ് ഉണ്ടാവുള്ളൂ. ചേമ്പ് നല്ല ഏത് വിളവും നമ്മൾ എത്രാണ്ട് പണിയെടുക്കുന്നതിൽ അത്രാണ്ട് മാത്രമേ വിളവുണ്ടാവുള്ളൂ. അതാണ് നമ്മൾ കുറേ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പണി എടുത്ത് വെച്ചിട്ട് പോയപ്പോൾ ഇടയ്ക്കിടക്കേ ഇവർക്ക് വളം കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചാക്കിലാകുമ്പം വളം ഉണ്ടാവില്ല, അത് ഇടയ്ക്കിടക്കേ ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഇത് കണ്ടില്ലേ. ഇതേപോലെ വാരി നിറച്ചുകൂടാ. കുറേ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വളവും എല്ലാം ഇട്ട് കൊടുക്കണം, പിന്നെ തോലും എല്ലാം ഇട്ട് കൊടുക്കണം. ഇവിടെ അര പകുതി പോലെ മാത്രമേ ഇപ്പം നിറക്കുന്നില്ല. പിന്നെ അത് നിറച്ചിട്ട് കുറേ അമിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മഴ ഇതിനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ഞാൻ അടിയിൽ ലേശം ഇതിട്ട് കൊടുക്കട്ടെ. ഇതാണ് കമ്പോസ്റ്റാണ്. കണ്ടാ, ചളിപ്പറ്റുണ്ട്, അതുകൊണ്ട് അടിയിലിട്ട് കൊടുക്കുന്നത്. ചളിപ്പറ്റുണ്ട്, ഇത് കമ്പോസ്റ്റാണേ. ഇത് അടിയിലിട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ചളിപ്പറ്റുണ്ട്, അന്നേരം ഇത് അടിയിലോട്ടങ്ങ് പോയിക്കോട്ടെ വെച്ചിട്ടാണ് വളം. ഇതിൻ്റെ മേലെ ഇടാൻ മറ്റേ പൊട്ടി മിക്സ് ചെയ്തൊന്ന് നേരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി വാരിയിട്ട് എന്താ ഇതുപോലെ വാരിയിട്ട് കൊടുക്കുക. നല്ലപോലെ ഇടണം. അതിന് വേണ്ടുന്ന ചാക്കിൽ വേണ്ടേ. നമ്മളിനി എപ്പോൾ കൊടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ, നമ്മളെ സമയത്തല്ലേ നമ്മൾ കൊടുക്കൂല്ലോ. ഇപ്പോൾ ഇതിനകത്ത് കുത്തി നിറച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ ആ അടക്കാത്തോട് ഇട്ടത് കൊണ്ട് നമുക്കിപ്പോൾ ചകരിത്തോട് ഇടേണ്ടി വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെ ഞാനെന്താ ഇടുന്നത് വെച്ചാൽ കുറച്ച് പിന്നെ ചാരാന്ന് ഇടുന്നത്. കേട്ടാ, ആ ചാരം എന്താ വെച്ചാൽ ഈ അണുക്കളൊന്നും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ അണുക്കളൊന്നും മേലോട്ട് കയറി വരില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഈ സീമക്കൊന്നയാണ് ഇടുന്നത്. സീമക്കൊന്ന എല്ലാത്തിനും നല്ലതാണ്, കേടുകളൊന്നും ഇങ്ങോട്ട് മേലോട്ട് കയറി വരില്ല. ഞാനിങ്ങനെ വിളവെടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇങ്ങനെ നല്ലപോലെ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിളവ് കിട്ടുന്നത്. ഒരു ചാക്കിൽ നട്ടാൽ ആർക്കും വിളവൊന്നും കിട്ടുന്നത് കാണുന്നില്ല. കാണണ്ടെങ്കിൽ
ഇതേപോലെ നല്ലപോലെ ഞാൻ കൊടുക്കുന്ന വളങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കണം. ഇതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ പോട്ടി മിശ്രിതം ഇതെല്ലാം ഇട്ടതാണ്. ഇതിൽ ഈ പോട്ടി മിശ്രിതത്തിൽ പിന്നെ എല്ല് പൊടിയിട്ടിന്, ചകിരിച്ചോറ്, കാട്ടുംവളം, കമ്പോസ്റ്റ്, പിന്നെ വേപ്പും പിണ്ണാക്കിട്ട്. അത് കൂടാതെയാണ് ഞാൻ കുറച്ചും കൂടി ആട്ടുംവളം ഇടുന്നത്. ഇത് ആട്ടുംവളം കണ്ട, ആട്ടുംവളം ഇതിൻ്റെ മേലെ. ഇത് വേപ്പും പിണ്ണാക്കാണ്. ഇതെന്ന് വെച്ചാൽ അണുക്കളെല്ലാം നശിച്ച് പോയിക്കോട്ടെ. വേപ്പും പിണ്ണൊക്കെ നല്ലതല്ലേ, അതാണ്. പിന്നെ എല്ല് പൊടി, ഇനി ശക്തിയായിട്ട് വളരാനും എല്ലാത്തിനും വേണ്ടി എല്ല് പൊടി ഇടുന്നത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഈ പോട്ടി മിശ്രിതം ഇടുന്നു കണ്ടാ. ഈ പോട്ടി മിശ്രിതം ഇട്ടേ കണ്ടില്ലേ, ഇതേപോലെ എല്ലിലും ആക്കി വെച്ചതാണ്. എന്നാലും ഞാൻ കുറച്ചും കൂടി ഇടുന്നത് എന്ന് ഇടുമ്പം അതിനൊരു ഇതായിക്കോട്ട് നിരച്ചിട്ടാണ് കണ്ടാ. ഇതേപോലെ ഇതിപ്പോൾ ഇതിനിങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇത് നല്ലോണം നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേമ്പ് വെച്ച് കൊടുക്കുക. അതാണ് വേണ്ടത്. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി കമ്പോസ്റ്റും കൂടി ഇട്ടേക്കാൻ പറ്റിയത് വണ്ണം പോരാ. ഉണ്ടല്ലേ, ഇതുപോലെ ഇതും ഞാൻ വാരിയിടുന്നുണ്ട് കണ്ടാ. ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ നടുന്നത്. എൻ്റെ നടൽ നിങ്ങളെ കൊണ്ടൊന്നും ആവില്ല ഇങ്ങനെ നടാൻ. എന്നുവെച്ചാൽ അത്രയും ഞാൻ വളങ്ങൾ ചേർത്തിട്ടാണ് നടുന്നത്. അപ്പോൾ എനിക്ക് അനുഭവം കിട്ടും. ഇതിപ്പോൾ ഇനിയിപ്പം ഈ ചേമ്പ് മാത്രം, ഇത്ര ചെറിയ ചേമ്പാണ് നടുന്നത് കണ്ടില്ലേ. എന്താ ഇത് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തു കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ഇത് അടിയിലെത്തും, ഇങ്ങനെ അടിയിലെത്തും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പൊടിച്ച് വരുമ്പോൾ നമുക്ക് അതിന് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. കണ്ടല്ലോ, കണ്ടില്ലേ, ഇതുപോലെ നട്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് എന്നും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയുന്നത് ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.